ഇംഗ്ലീഷ് ടുഡേയുടെ 17ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സഫ്വാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണോ ഒരു കാര്യം നമുക്ക് ഉണ്ട് എന്ന് പറയാനും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു കാര്യം നമുക്ക് ഇല്ല എന്ന് പറയാനും ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന അതേ രീതികളിൽ നമ്മൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം ഉണ്ട് എന്ന് നമുക്ക് ഉണ്ടോ എന്ന് ചോദിക്കണം. അതുപോലെ തന്നെ രണ്ട് രീതിയിലായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. ഒന്ന് ഉണ്ടോ എന്ന് ചോദിക്കുന്നതും അതുപോലെ തന്നെ ഇല്ലേ എന്നുള്ള ചോദിക്കുന്നു. പൊതുവെ ചോദിക്കും എനിക്ക് ക്ലാസ് ഇല്ലേ എന്ന് ചോദിക്കാം, അതുപോലെ തന്നെ എനിക്ക് ക്ലാസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അങ്ങനെ രണ്ട് രീതികളും പഠിക്കും. കൂടാതെ എന്ന് പറയുന്നത് അവസാനം നമുക്ക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ട് നമ്മൾക്ക് എങ്ങനെയാണ് കൃത്യമായിട്ടൊരു കാര്യം ചോദിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ കൃത്യമായിട്ട് എങ്ങനെയാണ് നമുക്ക് മറുപടി പറയുക എന്നുള്ളതും നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഉണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയാണ്. ഉണ്ടോ, എനിക്ക് ക്ലാസ് ഉണ്ടോ, അതുപോലെ തന്നെ എനിക്ക് കാറുണ്ടോ, അല്ലെങ്കിൽ അവൾക്ക് വീടുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള രീതിയിലായിട്ട് നമ്മൾ പൊതുവേ നമ്മൾ ചോദിക്കുന്നതാണ്. അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡു അതുപോലെ തന്നെ ഡസ് എന്നുള്ളതാണ്. ഡു ചേർക്കുക എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളെ സൂചിപ്പിക്കുമ്പോഴാണ് ഡു ചേർക്കുക. അതുപോലെ തന്നെ ഒരാളെ സൂചിപ്പിക്കുമ്പോഴാണ് ഡസ് ചേർക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഡൂവിന്റെ കൂടെ ഏതൊക്കെ വ്യക്തികളെയാണ് ചേർക്കുക, അതുപോലെ തന്നെ ഡസിന്റെ കൂടെ ഏതൊക്കെ വ്യക്തികളെയാണ് ചേർക്കുക. ഡൂവിന്റെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കോഡ് രൂപത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഐ യു ദേവി, അയ്യോ ദേവി എന്നുള്ള രൂപത്തിലായിട്ട് ഈ കാര്യങ്ങളാണ് ഡൂവിന്റെ കൂടെ വരിക. അതുപോലെ തന്നെ ഡസിന്റെ കൂടെ വരിക ഷീ ഹി ഇറ്റ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അതിന്റെ കൂടെ നടന്ന ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്റെ ഒരാളെയാണ് സൂചിപ്പിക്കുന്നത്, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരാളെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അതിനാന്ന് പറയുന്നത് ഡസിന്റെ കൂടെയും അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഡൂവിന്റെ കൂടെയുമാണ് ചേർക്കേണ്ടത്. നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. നമുക്കതിന്റെ ഉദാഹരണ സഹിതം പഠിക്കാം. ആദ്യം എന്ന് പറയുന്നത് നമുക്ക് ഡു ചേർത്തില്ല. ഡു എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളെ സൂചിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഡു ചേർക്കുന്നത്. ആ ഡു ചേർത്തിട്ടുള്ള ഉദാഹരണങ്ങൾ ആദ്യം നോക്കാം. നിന്റെ അടുത്ത് പെന്നുണ്ടോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. നിന്റെ അടുത്ത് പെന്നുണ്ടോ? ആദ്യം എന്ന് പറയുന്നത് നമ്മൾ ഡു ചേർക്കുക. ഡു യു ഹാവ് എ പെൻ. ഈ ക്വസ്റ്റ്യൻസിനല്ലോ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമാണ് ഈ കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചതാണ്. എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഡു ചേർക്കുക. അതിനുശേഷം എന്ന് പറയുന്നത് ആരാണോ ഒരു കാര്യം ചെയ്യുന്നത് അവരെ ചേർക്കുക. മൂന്നാമതായിട്ട് ഹാവ് ചേർക്കുക. നാലാമതായിട്ട് എന്ന് പറയുന്നത് എന്താണോ വസ്തുക്കള് അത് ചേർക്കുക. ഇപ്പം ഡു യു ഹാവ് എ പെൻ, നിന്റെ അടുത്ത് പെന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവർക്ക് നടന്നത് ജോലി ഉണ്ടോ എന്നങ്ങനെ ചോദിക്കും. അവർക്ക് ജോലിയുണ്ടോ? ഡു ദേ ഹാവ് എ ജോബ്, അവർക്ക് ജോലി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിന്റെ അടുത്ത് ലാപ്ടോപ്പ് ഉണ്ടോ എന്നങ്ങനെ ചോദിക്കും. ഡു യു ഹാവ് എ ലാപ്ടോപ്പ്, നിന്റെ അടുത്ത് ലാപ്ടോപ്പ് ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നങ്ങനെ ചോദിക്കും. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, നമ്മൾ എന്ന് പറയുന്നത് വി എന്നാണ്. എന്തെങ്കിലും എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എനി എന്നാണ്. ഡു വി ഹാവ് എനി പ്രോബ്ലം, ഡു വി ഹാവ് എനി പ്രോബ്ലം, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവനെന്തെങ്കിലും സംശയം അല്ലെങ്കിൽ നിനക്കെന്തെങ്കിലും സംശയം ഉണ്ടോ എന്നങ്ങനെ ചോദിക്കും. നിനക്കെന്തെങ്കിലും സംശയം ഉണ്ടോ? ഡു യു ഹാവ് എനി ഡൗട്ട്. എനി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും എന്ന് പറയുന്നത്. ഡു യു ഹാവ് എനി ഡൗട്ട്, നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നങ്ങനെ ചോദിക്കും. ഡസ് ഷീ ഹാവ് എ ബോയ് ഫ്രണ്ട്, അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? അവന് മകളുണ്ടോ എന്നങ്ങനെ ചോദിക്കും. ഡസ് ഹി ഹാവ് എ ഡോട്ടർ, ഡോട്ടർ എന്നുള്ളതാണ് മകൾ എന്ന് പറയുന്നത്. ഡസ് ഹി ഹാവ് എ ഡോട്ടർ, അവനെ നടന്ന് മകളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിന്റെ അച്ഛൻ എന്ന് പറയുന്നത് കാറുണ്ടോ എന്നങ്ങനെ ചോദിക്കും. ഡസ് യുവർ ഫാദർ ഹാവ് എ കാർ, നിന്റെ അച്ഛന് കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിന്റെ അമ്മക്ക് എന്ന് പറയുന്നത് ബ്രദേഴ്സ് ഉണ്ടോ എന്നങ്ങനെ ചോദിക്കും. ഡസ് യുവർ മദർ ഹാവ് ബ്രദേഴ്സ്, നിന്റെ അമ്മക്ക് ബ്രദേഴ്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യുവർ ചേർത്തിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ യു എന്ന് പറയുന്നത് നിങ്ങൾ, അത് ഡൂവിന്റെ കൂടെയല്ലേ വരുക എന്നുള്ള വിചാരിക്കുന്നുണ്ടാവും. ഡു യു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ യുവർ എന്ന് വരുമ്പോൾ യുവർ ഫാദർ എന്ന് പറയുമ്പോൾ യുവർ ബ്രദർ, യുവർ ഫ്രണ്ട്, അപ്പോൾ നടന്ന അതെല്ലാം ഒരാളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരാൾ, യുവർ ഫാദർ, നിന്നെ കുറിച്ചിട്ടല്ല പറയുന്നത്, നിന്റെ ഫാദറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പറയുന്നത് അതിന്റെ കൂടെ നമ്മൾ ചേർക്കുക എന്ന് പറയുന്നത് ഡസ് ആണ്. ഡസ് യുവർ ഫാദർ എന്നാണ് പറയുക. ഡസ് യുവർ മദർ എന്നാണ് പറയുക.
ഡസ് യുവർ ബ്രദർ എന്നാണ് പറയുക. അപ്പോൾ എന്ന് പറയുന്നത് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാം. ഓക്കെ, എന്ന് പറയുന്നത് അടുത്തത് കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. നിനക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ഡു യു ഹാവ് എനി ഡൗട്ട് അബൌട്ട് ദിസ് ക്ലാസ്? ദിസ് എന്ന് പറയുന്നത് ഈ ക്ലാസ് എന്നാണ് പറയുന്നത് കേട്ടോ. ദിസ് ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? അടുത്തൊരു ഉദാഹരണം നോക്കാം. അവൾക്ക് ഈ മേഖലയിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പ്രവൃത്തി പരിചയമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡസ് ഷീ ഹാവ് എനി എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ്? ഇൻ എന്ന് പറയുമ്പം ഇൽ എന്നുള്ളതാണ് അർത്ഥം വരും. ഇൻ ദിസ്, ഈ ഒരു മേഖലയിൽ, ഇൻ ദിസ് ഫീൽഡ് എന്ന് പറയുന്ന മേഖല എന്നാണ് പറയുന്നത്. ഈ ഒരു ഫീൽഡിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അടുത്ത നോക്കാം. അവന് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നങ്ങനെ ചോദിക്കാം. ഐഡിയ എന്ന് പറയുന്ന ആശയമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡസ് ഹി ഹാവ് എനി ഐഡിയ അബൌട്ട് ഇറ്റ്? ഡസ് വരുന്നത് ഹി ആയതുകൊണ്ടാണ് ഡസ് ഹി ഹാവ് എനി ഐഡിയ അബൌട്ട് ഇറ്റ്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ആശയമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ അമ്മക്ക് സഹോദരന്മാരുണ്ടോ? ഡസ് യുവർ മദർ ഹാവ് ബ്രദേഴ്സ്? ഈ പ്രശ്നം പരിഹരിക്കാൻ നിനക്ക് എന്തെങ്കിലും ആശയം, ഐഡിയ ഉണ്ടോ എന്നങ്ങനെ ചോദിക്കാം. ഡു യു ഹാവ് എനി ഐഡിയ ടു സോൾവ് ദിസ് പ്രോബ്ലം? ടു സോൾവ് എന്ന് പറഞ്ഞാൽ പരിഹരിക്കാൻ, ദിസ് പ്രോബ്ലം, ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ നിനക്ക് എന്തെങ്കിലും ആശയമുണ്ടോ, ഐഡിയ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് നോക്കാം. നമ്മൾ പഠിച്ചതാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്, എന്ത്, എപ്പോൾ, എവിടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനോട് ചേർത്തിട്ട് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, നിനക്ക് എത്ര സഹോദരങ്ങളുണ്ട് എന്ന് നമ്മൾ പൊതുവേ ചോദിക്കുന്നത്. എനിക്ക് എത്ര സഹോദരങ്ങളുണ്ട്, അതെങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക? ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹാവ്? ഹൗ മെനി എന്നുള്ളത് എത്ര എന്നുള്ളത്, ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹാവ്? നിനക്കെത്ര സഹോദരന്മാരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അവൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. അവൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഹൗ മെനി ഇയേഴ്സ് എക്സ്പീരിയൻസ് ഡസ് ഷീ ഹാവ്? അവൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? നിനക്കെന്താ ഉള്ളത് എന്നൊക്കെ ചോദിക്കൂലേ. വാട്ട് ഡു യു ഹാവ്? നിനക്കെന്താ ഉള്ളത്? നിൻ്റെ അടുത്ത് ഏത് ബുക്കാണ് ഉള്ളത് എന്ന് ചോദിക്കും. നിൻ്റെ അടുത്ത് ഏത് ബുക്കാണ് ഉള്ളത് എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? വിച്ച് ബുക്ക് ഡു യു ഹാവ്? നിൻ്റെ അടുത്ത് ഏത് ബുക്കാണ്? വിച്ച് എന്ന് പറഞ്ഞാൽ ഏത് എന്നുള്ള അർത്ഥം വരുന്നത്. വിച്ച് ബുക്ക് ഡു യു ഹാവ്? നിൻ്റെ അടുത്ത് ഏത് ബുക്കാണ് ഉള്ളത്? അടുത്ത ഒന്ന് നോക്കാം. നിൻ്റെ അടുത്ത് എത്ര ഡ്രസ്സുകളാണുള്ളത് എന്നിങ്ങനെ ചോദിക്കാൻ പറ്റും. ഇതിനകത്ത് എത്ര ഡ്രസ്സുകളാണുള്ളത്? ഹൗ മെനി ഡ്രസ്സസ് ഡു യു ഹാവ്? നിൻ്റെ അടുത്ത് എത്ര ഡ്രസ്സുകളാണ് ഉള്ളത്? നമ്മളിപ്പോൾ നോക്കിയത് ഉണ്ടോ എന്നുള്ള രീതിയാണ് ചോദിക്കുന്നത്. നിനക്ക് കാറുണ്ടോ, അതുപോലെ തന്നെ നിനക്ക് ക്ലാസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ രീതിയിൽ നമുക്ക് ചോദിക്കാം ഇല്ലേ എന്നുള്ള രൂപത്തിൽ. എനിക്കൊരു കാര്യം ചോദിക്കാം, ഉണ്ടോ എന്നും ചോദിക്കാം, അതുപോലെ തന്നെ ഇല്ലേ, ഇങ്ങനെ രണ്ട് രീതികളിലാണ് നമ്മൾ ചോദിക്കാം. നമുക്ക് അടുത്തതെന്ന് പറയുന്നത് ഇല്ലേ എന്നുള്ള രൂപത്തിൽ എങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഡോണ്ട്, അതുപോലെ തന്നെ ഡസിന്റ് അതേ സ്ഥാനത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്, ഫസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനനുസരിച്ച് ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ, അത് സിംഗുലർ ആണെങ്കിൽ, സിംഗുലർ എന്ന് പറയുന്നത് ഒരാളാണെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത് ഡസും, അതുപോലെ തന്നെ ഒന്നിൽ കൂടുതലാണെങ്കിൽ ഡൂവും ചേർത്തിട്ടാണ് പറയുന്നത്. നമുക്കതിന്റെ ഉദാഹരണങ്ങൾ നോക്കാം. നിനക്ക് ക്ലാസ് ഇല്ലേ എന്നെങ്ങനെ പറയാൻ പറ്റും? ഡോണ്ട് യു ഹാവ് എ ക്ലാസ്. ഡോണ്ട് ആണ് ചേർക്കേണ്ടത്, അല്ലെങ്കിൽ ഡു നോട്ടിന്റെ ഷോർട്ടാണെന്ന് പറയുന്നത് ഡോണ്ട് യു ഹാവ് എ ക്ലാസ്. നിനക്ക് ക്ലാസ് ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അവൾക്ക് ക്ലാസ് ഇല്ലേ എന്നെങ്ങനെ പറയാൻ പറ്റും? ഡസിന്റ് ഷീ ഹാവ് എ ക്ലാസ്. ഡസിന്റ് ഷീ ഹാവ് എ ക്ലാസ്. അവൾക്ക് ക്ലാസ് ഇല്ലേ എന്നാണ്. നമുക്ക് ആദ്യം ഡോണ്ട് ചേർത്തിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഡോണ്ട് എന്ന് പറയുമ്പോൾ ഒരാളെ സൂചിപ്പിച്ചിട്ട് പറയുമ്പോഴാണ് ഡോണ്ട് ചേർക്കുന്നത്. ഇപ്പൊ നമ്മൾ പൊതുവെ പറയും നിനക്ക് മീറ്റിംഗ് ഇല്ലേ എന്ന് ചോദിക്കും. നിനക്ക് മീറ്റിംഗ് ഇല്ലേ അങ്ങനെ ചോദിക്കും. ഡോണ്ട് യു ഹാവ് എ മീറ്റിംഗ്? നിനക്ക് മീറ്റിംഗ് ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അവർക്ക് എന്ന് പറയുന്നത് കോമൺ സെൻസ് ഇല്ലേ എന്ന്. കോമൺ സെൻസ് എന്ന് പറയുന്നത് മിനിമം ബുദ്ധി അല്ലെങ്കിൽ സാമാന്യ ബോധം എന്നൊക്കെയാണ് പറയുന്നത്. ഡോണ്ട് ദേ ഹാവ് കോമൺ സെൻസ്? അവർക്ക് മിനിമം ബുദ്ധി ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് പവർ ഇല്ലേ, നമുക്ക് എന്ന് പറയുന്നത് അധികാരമില്ലേ എന്നങ്ങനെ ചോദിക്കും. ഡോണ്ട് വി ഹാവ് എ പവർ? നമുക്ക് എന്ന് പറയുന്നത് അധികാരമില്ലേ. നിനക്ക് എന്ന് പറയുന്ന അവകാശമില്ലേ എന്നങ്ങനെ ചോദിക്കും. ഡോണ്ട് യു ഹാവ് എ റൈറ്റ്? നിനക്ക് അവകാശമില്ലേ എന്നാണ് ചോദിക്കുന്നത്. അവർക്ക് എന്ന് പറയുന്നത് ഒരുപാട് അവസരങ്ങളില്ലേ എന്നങ്ങനെ ചോദിക്കും. ഡോണ്ട് ദേ ഹാവ് മെനി ഓപ്പർച്യൂണിറ്റി? അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. നമുക്കടുത്ത് ഡസിന്റ് വെച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഡസിന്റ് എന്ന് പറയുമ്പോൾ ഒരാളെ സൂചിപ്പിക്കുന്നത്. അവൾക്ക് ഡിഗ്രി ഇല്ലേ എന്നങ്ങനെ ചോദിക്കും. അവൾക്ക് ഡിഗ്രി ഇല്ലേ? ഡസിന്റ് ഷീ ഹാവ് എ ഡിഗ്രി? അവൾക്ക് ഡിഗ്രി ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അവന് എക്സ്പീരിയൻസ് ഇല്ലേ എന്നങ്ങനെ ചോദിക്കും. ഡസിന്റ്
ഹി ഹാവ് ആൻ എക്സ്പീരിയൻസ്, അവനിക്ക് എക്സ്പീരിയൻസ് ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. മുഹമ്മദിന് പാസ്പോർട്ട് ഇല്ലേ എന്നെങ്ങനെ ചോദിക്കും? ഡസിന്റ് മുഹമ്മദ് ഹാവ് എ പാസ്പോർട്ട്, മുഹമ്മദിന് പാസ്പോർട്ട് ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അവന് എന്ന് പറയുന്നത് വിസ ഇല്ലേ എന്നെങ്ങനെ ചോദിക്കും? ഡസിന്റ് ഹി ഹാവ് എ വിസ, അവനിക്ക് വിസ ഇല്ലേ. ഓക്കെ, നിന്റെ അച്ഛന് ജോലി ഇല്ലേ എന്നെങ്ങനെ ചോദിക്കും? ഡസിന്റ് യുവർ ഫാദർ ഹാവ് എ ജോബ്, നിന്റെ അച്ഛന് ജോലിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് അടുത്ത നടന്ന കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അതെന്ന് പറയുന്നത് നമ്മളെ സംസാര ഭാഷയിൽ നമുക്ക് നല്ലതുപോലെ ഉപകാരപ്പെടുന്ന, പല ആളുകളോടും നമുക്ക് കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത് നോക്കാം. നിനക്ക് സാമാന്യ ബോധമില്ലേ എന്നങ്ങനെ ചോദിക്കാം. നിനക്ക് സാമാന്യ ബോധമില്ലേ? ഡോണ്ട് യു ഹാവ് കോമൺ സെൻസ്? കോമൺ സെൻസ് എന്നുള്ളതാണ് സാമാന്യ ബോധം എന്ന് പറയുന്നത്. അവൾക്ക് ഡിഗ്രി ഇല്ലേ എന്നങ്ങനെ ചോദിക്കാം. അവൾക്ക് ഡിഗ്രി ഇല്ലേ? ഡസിൻ ഷീ ഹാവ് എ ഡിഗ്രി? അവൾക്ക് ഡിഗ്രി ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അടുത്ത നോക്കാം. അവർക്ക് അത് പറയാൻ, അവർക്ക് അതിനെക്കുറിച്ച് പറയാൻ നാണയില്ലേ എന്ന് ചോദിക്കൂലേ? നാണം എന്ന് പറയുന്നത് ഷെയിം എന്നുള്ളതാണ്. അവർക്ക് അതിനെക്കുറിച്ച് പറയാൻ നാണയില്ലേ? ഡോണ്ട് ദേ ഹാവ് എനി ഷെയിം ടു ടോക്ക് അബൌട്ട് ഇറ്റ്? ടു ടോക്ക്, പറയാൻ, അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് പറയാൻ അവർക്കൊരു നാണോ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. നിനക്ക് ധൈര്യം ഇല്ലേ അത് ചെയ്യാൻ എന്ന് ചോദിക്കുക. നിനക്കത് ചെയ്യാൻ ധൈര്യം ഇല്ലേ? നമ്മൾ പൊതുവേ ചോദിക്കുന്നത് എനിക്കത് ചെയ്യാൻ ധൈര്യമില്ല. അതെങ്ങനെ ചോദിക്കാൻ പറ്റും? ഡോണ്ട് യു ഹാവ് കറേജ്? കറേജ് എന്നുള്ളതാണ് ധൈര്യം. ടു ഡു ഇറ്റ്, ടു ഡു എന്ന് പറയുന്നത് ചെയ്യാൻ, ടു ഡു ഇറ്റ്, നിനക്കത് ചെയ്യാൻ ധൈര്യം ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. നിനക്ക് എന്തുകൊണ്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല എന്നങ്ങനെ ചോദിക്കുക. എനിക്ക് എന്തുകൊണ്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല? അപ്പം എന്തുകൊണ്ട് നമ്മൾ പഠിച്ചതാണ് വൈ എന്നുള്ളത്. വൈ ഡോണ്ട് യു ഹാവ് എനി എക്സ്പീരിയൻസ്? നിനക്ക് എന്തുകൊണ്ട് ഒരു പരിചയം, പ്രവൃത്തി പരിചയം ഇല്ല എന്നുള്ളത്. അടുത്ത നോക്കാം. നിനക്ക് എന്തുകൊണ്ട് ആത്മവിശ്വാസമില്ല? ആത്മവിശ്വാസം എന്ന് പറയുന്നത് കോൺഫിഡൻസ് എന്നുള്ളതാണ് പറയുക. വൈ ഡോണ്ട് യു ഹാവ് കോൺഫിഡൻസ്? നിനക്ക് എന്തുകൊണ്ട് ആത്മവിശ്വാസമില്ല? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച എനിക്ക് ഉണ്ട് എന്നങ്ങനെ പറയാൻ പറ്റും, അതുപോലെ തന്നെ എനിക്ക് ഇല്ല, അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിച്ച എങ്ങനെയാണ് ഉണ്ടോ അതുപോലെ തന്നെ ഇല്ലേ എന്നുള്ള കറക്റ്റായിട്ട് എങ്ങനെയാണ് ചോദിക്കുക, അതെങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ എങ്ങനെയാണ് മറുപടി പറയുക എന്നുള്ള രീതി നമുക്ക് നോക്കാം. ഒരാളോട് ചോദിക്കുകയാണ് നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. എങ്ങനെയാണ് ചോദിക്കുക? ഡു യു ഹാവ് എ പാസ്പോർട്ട്? നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? അതല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഒരു രീതിയിലും ചോദിക്കാം. നിനക്ക് പാസ്പോർട്ട് ഇല്ലേ എന്നും ചോദിക്കാം. ഡോണ്ട് യു ഹാവ് എ പാസ്പോർട്ട്? നിനക്ക് പാസ്പോർട്ട് ഇല്ലേ? അപ്പം അയാൾ കേൾക്കുന്ന ആൾ പറയാണ് അതെ എനിക്ക് പാസ്പോർട്ട് ഉണ്ട്. യെസ് ഐ ഹാവ് എ പാസ്പോർട്ട്, എനിക്ക് പാസ്പോർട്ട് ഉണ്ട്. അല്ലെങ്കിൽ അയാൾ മറുപടി പറയാം നോ ഐ ഡോണ്ട് ഹാവ് എ പാസ്പോർട്ട്, എനിക്ക് പാസ്പോർട്ട് ഇല്ല. ഇങ്ങനെ രണ്ട് രീതികളിലാണ് നമുക്ക് ചോദ്യം ചോദിക്കാനും പിന്നെ അതുപോലെ തന്നെ രണ്ട് രീതികളിലാണ് നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നത്. അടുത്തൊരു ഉദാഹരണം നോക്കാം. അവർക്ക് വിദ്യാഭ്യാസമുണ്ടോ എന്നങ്ങനെ ചോദിക്കാം. ഡു ദേ ഹാവ് ആൻ എഡ്യൂക്കേഷൻ? അവർക്ക് വിദ്യാഭ്യാസമുണ്ടോ? അപ്പം രണ്ടാമത്തെ രീതിയിൽ നമുക്ക് ചോദിക്കാം. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഡോണ്ട് ദേ ഹാവ് ആൻ എഡ്യൂക്കേഷൻ? അവർക്ക് വിദ്യാഭ്യാസം ഇല്ലേ? അപ്പം മറുപടി പറയാണ് അതെ അവർക്ക് വിദ്യാഭ്യാസമുണ്ട്. യെസ് ദേ ഹാവ് ആൻ എഡ്യൂക്കേഷൻ? അവർക്ക് വിദ്യാഭ്യാസമുണ്ട്. അതല്ലെങ്കിൽ എങ്ങനെ മറുപടി പറയാം? നോ ഇല്ല, നോ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയാം. നോ ദേ ഡോണ്ട് ഹാവ് ആൻ എഡ്യൂക്കേഷൻ? അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. ഇപ്പം നോക്കിയത് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വ്യക്തികളെ ചേർത്തിട്ടുള്ളതാണ്. ഒന്നിൽ കൂടുതൽ വ്യക്തികളെ സൂചിപ്പിക്കാൻ എങ്ങനെയാണ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ എങ്ങനെയാണ് ആൻസറും വരിക എന്നുള്ളതാണ്. ഇനി നോക്കുന്നത് ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദ്യം ചോദിക്കാൻ പറ്റുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഉത്തരം പറയാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അവൾക്ക് കാമുകനുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം. ഡസ് ഷീ ഹാവ് എ ബോയ് ഫ്രണ്ട്? അവൾക്ക് കാമുകനുണ്ടോ? അല്ലാതെ രണ്ടാമത്തെ രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് അവൾക്ക് കാമുകനില്ലേ? ഡസിൻ ഷീ ഹാവ് എ ബോയ് ഫ്രണ്ട്? അവൾക്ക് കാമുകനില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മറുപടി അറിയാണ് അതെ അവൾക്ക് കാമുകൻ ഉണ്ട് എന്ന് പറയുന്നത്. യെസ് ഷീ ഹാസ് എ ബോയ് ഫ്രണ്ട്? അവൾക്ക് കാമുകൻ ഉണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ രണ്ടാമത്തെ രീതിയിൽ മറുപടി പറയാം ഇല്ല അവൾക്ക് കാമുകൻ ഇല്ല എന്ന് പറയുന്നത്. നോ ഷീ ഡസിൻറ്റ് ഹാവ് എ ബോയ് ഫ്രണ്ട്? അവൾക്ക് കാമുകൻ ഇല്ല. അവസാനത്തെ ഒരു ഉദാഹരണം കൂടി നോക്കാം. അവന് ജോലി ഉണ്ടോ എന്നങ്ങനെ ചോദിക്കാം. അവന് ജോലിയുണ്ടോ? ഡസ് ഹി ഹാവ് എ ജോബ്? അവന് ജോലി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ അവനക്ക് ജോലി ഇല്ലേ എന്നങ്ങനെ ചോദിക്കാം.
ഡസിൻറ്റ് ഹി ഹാവ് എ ജോബ്? അവനിക്ക് ജോലി ഇല്ലേ? അപ്പോൾ മറുപടി പറയാണ് അതെ അവനിക്ക് ജോലിയുണ്ട്. യെസ് ഹി ഹാസ് എ ജോബ്. അവന് ഒരു ജോലിയുണ്ട്. അല്ലെങ്കിൽ മറുപടി പറയാണ് അവന് ജോലിയില്ല. നോ ഹി ഡസിൻറ്റ് ഹാവ് എ ജോബ്. അവന് ജോലി ഇല്ല. നിങ്ങൾ ഇതുപോലെ കൃത്യമായിട്ട് ഉദാഹരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലായിട്ട് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ തന്നെ എപ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതല്ല എങ്കിൽ എന്ന് പറയുന്നത് ഇതൊക്കെ മറന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എൻ്റെ കൂടെ ചെറിയൊരു ടാസ്ക് തരാം. അത് നിങ്ങൾ കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എൻ്റെ കമൻറ്റിൽ അറിയിക്കാം. അതല്ല എങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ടാസ്ക് ഇതാണ്. നിനക്ക് ജോലി ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? നിനക്ക് ജോലിയുണ്ടോ? അതുപോലെ തന്നെ നിനക്ക് ജോലി ഇല്ലേ? പിന്നെ അതുപോലെ തന്നെ ഉത്തരം പറയാണ് അതെ എനിക്ക് ജോലി ഉണ്ട്. പിന്നെ ഒരു ഉത്തരം പറയാണ് അല്ല എനിക്ക് ജോലിയില്ല. എനിക്ക് ജോലി ഇല്ല, എനിക്ക് ജോലി ഇല്ല എന്ന് പറയാണ്. അടുത്ത ടാസ്ക് അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടോ എന്നാണ് ചോദിക്കുക. അവൾക്കൊരു പ്രശ്നമുണ്ടോ? രണ്ടാമത്തെ രീതിയിലായിട്ട് ചോദിക്കുന്നതാണ് അവൾക്കൊരു പ്രശ്നം ഇല്ലേ എന്ന് ചോദിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഉത്തരമായിട്ട് പറയാണ് അതെ അവൾക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത വേറെ നെഗറ്റീവായിട്ടുള്ള ഒരു ഉത്തരം പറയാണ് ഇല്ല അവൾക്ക് ഒരു പ്രശ്നം ഇല്ല എന്ന് പറയാണ്. അവൾക്കൊരു പ്രശ്നമില്ല. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം. അത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ ക്ലാസ് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാവുന്നതാണ്. കൂടാതെ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങൾ ബന്ധപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.